പറയാൻ വയ്യല്ലോ മോനെ. എന്തൊരു ഭീകരാവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എത്രയും വേഗം വന്നു കഴിഞ്ഞ് കുറെ യൂണിറ്റുകൾ വരുന്നുണ്ട്, എയർപോർട്ടിനുള്ള യൂണിറ്റ് വരുന്നുണ്ട്. സംവിധാനങ്ങൾ നമ്മൾ എന്തെങ്കിലും ഒരുക്കുന്നുണ്ട്, കൂടുതൽ ഫയർഫോഴ്സ് കൂടി എത്തും. ഇപ്പോൾ വൈകി പോവല്ല, ഉള്ളത് സാധനം ഇവിടെ എത്തണ്ടേ. അതാണ്, കുറച്ചുകൂടെ യൂണിറ്റുകൾ എത്തണം. പ്രവർത്തിച്ചിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കുന്നത്? സാധാരണ പ്രവർത്തിക്കാറില്ല ഞായറാഴ്ചയിൽ. ഇനി ആരെങ്കിലും തുറന്നിരുന്നു നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. കുടുങ്ങി കിടക്കുന്നതായിട്ടൊന്നും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വിവരമൊന്നുമില്ല. എനിക്ക് എന്തറിയാനാ, ഇപ്പം ഞാനും നിങ്ങളെ പോലെ കാണുന്നല്ലേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു അഭിപ്രായങ്ങളൊന്നും വന്നിട്ടില്ല. ആളകത്തേക്ക് കയറാൻ പറ്റിയിട്ടില്ലല്ലോ. എന്തായാലും അജിംസ്, തീ അണയ്ക്കാൻ കൂടുതൽ സംവിധാനങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ ഇതിനോടകം തന്നെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മേയർ അടക്കമുള്ളവർ പറയുന്നത്. ജനപ്രതിനിധികളും കോർപ്പറേഷൻ മേയർ, MLA അടക്കമുള്ളവർ നേരിട്ടെത്തിയാണ് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്. വലിയ തീപിടുത്തം എന്ന് കൃത്യമായി തന്നെ പറയാൻ കഴിയും. ഈ ദൃശ്യങ്ങൾ അത് പറയും. ആ നിലയ്ക്കുള്ള തീയാണ് പുതിയ ബസ് സ്റ്റാൻഡിനകത്ത് ഉയർന്നിരിക്കുന്നത്. കെട്ടിടം പൂർണ്ണമായി കത്തി നശിക്കുന്ന നിലയിലേക്ക് തീപിടുത്തം വ്യാപിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ വലിയ തരത്തിൽ നടക്കുമ്പോഴും മറുഭാഗത്ത് തീ ആളിക്കത്തുന്ന സ്ഥിതിയുണ്ട്. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് അണച്ചു വരുമ്പോൾ മറുഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും വലിയ തരത്തിൽ തീ ആളിക്കത്തുന്ന സ്ഥിതിയുണ്ട്. ആ നിലയ്ക്ക് ശ്രമകരമായ വെല്ലുവിളി ദൗത്യമാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഒപ്പം തന്നെ അപകട സാധ്യത, അതായത് പൊട്ടിത്തെറി ഉൾപ്പെടെയുള്ളവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ നിലയ്ക്ക് പുറത്തേക്ക് തീ വരാനുള്ള സാധ്യതയുണ്ട് എന്നതടക്കം ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ആളുകളെ മാറ്റി നിർത്തുന്നുണ്ട്. അങ്ങനെ വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ നടക്കുകയാണ്. പക്ഷേ തീ ഇപ്പോഴും പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്ര സമയം, ഒരു മണിക്കൂറിലധികമായി തീ കത്തുന്നു. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാകാത്ത സ്ഥിതിയുണ്ട്. ആ നിലയ്ക്കുള്ളൊരു വെല്ലുവിളി കൂടി ഇപ്പോഴുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. ജനങ്ങളെ ഇവിടെ നിന്ന് മാറ്റുന്നു. ഒപ്പം തന്നെ ഇവിടെയുള്ള ചുമട്ടുതൊഴിലാളികളടക്കമുള്ളവരുടെ സഹായത്തോടെയാണ് ഇപ്പോൾ ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. പോലീസും ഒപ്പം തന്നെ ഫയർഫോഴ്സും കൂടാതെ നാട്ടുകാർ, സാധാരണ മനുഷ്യരടക്കമുള്ളവർ ഇതിനോട് സഹകരിച്ച് ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അജിംസ്.